മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. തിരുവനന്തപുരം CPM ജില്ലാ സെക്രട്ടറി ഡബിളെ റഹീം ഇപ്പോ രംഗത്തെത്തിയിട്ടുണ്ട്. മേയർക്കെതിരെ വലിയ രീതിയിൽ പച്ചക്കള്ളമാണ് വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. എന്താണ് റഹീം പറഞ്ഞത് എന്നൊന്ന് ഞാൻ ഇവിടെ കൊടുക്കാം. എത്രത്തോളം കമ്മികള് മേയറേയും കൊണ്ട് കുരു പൊട്ടുന്നുണ്ട് എന്നുള്ളതും സകലരും ഈ ഒരു ഡയലോഗ് കേൾക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ റഹീം പറഞ്ഞതിന് ഓരോന്നിനും എണ്ണി എണ്ണി നമുക്ക് തെളിവുകൾ മുന്നോട്ട് വെച്ചിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്യാം. നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ 5ാമത്തെ ദിവസമാണ് നിങ്ങൾ ഈ കാണുന്ന വലിയ നഗരമധ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിനകത്ത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ഇടപെടലാണ് നഗരസഭ നടത്തിയത്? ഇവിടെ ഇത് തീരുന്നില്ല. തൊട്ടപ്പുറത്തെ ഇത് ഒരു കാഴ്ചയാണെങ്കിൽ നഗരത്തിലെ വിവിധ ക്യാമ്പസുകൾക്കുള്ളിൽ ഇതിന് സമാനമായ കാഴ്ച, ചിലപ്പോൾ ഇതിനേക്കാൾ ആപൽക്കരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. നഗരത്തിലെ വിവിധ കോണുകളിൽ ഇതേ മാതൃകയിലുള്ള വേസ്റ്റ് കൂമ്പാരങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും. ഇതിൽ സംഭവിച്ചത് നഗരസഭയുടെ ഏറ്റവും ഗുരുതരമായ അലംഭാവമാണ്, ഭരണപരാജയമാണ്. ആ ഭരണപരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിരുപാധികമായി ഭക്തജനങ്ങളോടും തിരുവനന്തപുരം നഗരത്തോടും മേയർ മാപ്പ് പറയാൻ തയ്യാറാണ്. മാപ്പ് അല്ല, ഇയാൾക്ക് എന്താ കരുതിയിരിക്കുന്നത്? ഈ പച്ചക്കള്ള ഇങ്ങനെ പറയുമ്പോഴേക്ക് മലയാളികൾ അങ്ങ് വിശ്വസിക്കുമെന്നോ? ഇതൊക്കെ കേൾക്കുമ്പോ റഹീമെ പുച്ഛിച്ച് തള്ളൂലേ ബോധമുള്ള സകല മലയാളികളോ? ഒരു ക്യാമ്പസിൽ എന്തോ മാലിന്യുണ്ട്, അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് അല്ല. കേരളത്തിന്റെ കണ്ണും കാതുമായിട്ടുള്ള കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമവും കാണാത്ത ഒരു മാലിന്യം പ്രത്യേക സ്ഥലത്ത്, അതും 5 ദിവസത്തിനൊക്കെ ശേഷം, ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞതിന്റെ 5 ദിവസത്തിനൊക്കെ ശേഷം റഹീമും കൂട്ടരും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതവിടെ എത്തിയതിന്റെ ദുരൂഹത മലയാളികൾ ചിന്തിക്കേണ്ടേ? എന്താണ് നമ്മുടെ കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങള് ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് എന്നത് ഞാൻ ഇവിടെ കൊടുക്കാം. BJP ഭരിക്കുന്ന തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമ്മുടെ മാധ്യമങ്ങൾ എന്തെങ്കിലും ഒരു സത്യം പറയണമെങ്കിൽ എത്രത്തോളം അത് ശരിയായിട്ടായിരിക്കും. ഏത് സമയത്തും BJPക്കെതിരെയാണല്ലോ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മത്സരിച്ച് വാർത്ത കൊടുക്കാറുള്ളത്. ആ പ്രമുഖ മാധ്യമങ്ങളിലെ സകല മാധ്യമങ്ങളും ഈ ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് 100-ൽ 100 മാർക്കാ BJPക്ക് കൊടുത്തിട്ടുള്ളത്. ഞാനൊരു ഉദാഹരണം കൊടുക്കാം, നിങ്ങൾ ഒന്ന് കേട്ടോക്കൂ. ജനലക്ഷങ്ങൾ അണിനിരന്ന പൊങ്കാലയ്ക്ക് ശേഷം നഗരത്തിൽ മിന്നൽ വേഗത്തിൽ ശുചീകരണം. എന്താണ് പൊങ്കാലയ്ക്ക് പിറ്റേന്ന് നഗരത്തിലെ അവസ്ഥ? കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നമ്മളത് നോക്കാറുണ്ട്. ഇന്നും നമ്മളത് നോക്കുകയാണ്. ഇന്നലെ തലസ്ഥാന നഗരം അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാല പോലെ പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ഇന്ന് നേരം പുലരുമ്പോൾ തലസ്ഥാന നഗരത്തിന്റെ സ്ഥിതി എന്താണ് എന്നുള്ളതാണ്. ഒരു പകൽ തിരുവനന്തപുരം ഉണർന്ന് എണീക്കുന്നത് പൊങ്കാലയിലേക്കാണ്. തൊട്ടടുത്ത ദിവസം പൊങ്കാലയുടെ അതിന്റെ അവശേഷിപ്പുകൾ ഒന്നുമില്ലാത്തൊരു പകലിലേക്കാണ്. ഇന്ന് രാവിലെയും അത് തന്നെ സ്ഥിതി. ഇന്ന് നമുക്കിവിടെ ഇന്നലെയൊക്കെ ഞാൻ ഇവിടെ തന്നെയാണ് നിന്നത്, ഈ തമ്പാനൂർ ഭാഗത്താണ്. ഇവിടെ ഈ റോഡിലൊക്കെ നിരന്ന് ഈ റെയിൽവേ സ്റ്റേഷന് മുന്നിലും KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിലും ഇവിടെയൊക്കെ മുഴുവൻ അടുപ്പുകൾ നിറഞ്ഞ സ്ഥലമായിരുന്നു. ഈ പല 4 വരിയിലും 5 വരിയിലൊക്കെ അടുപ്പുകൾ നിറഞ്ഞ സ്ഥലമാണ്. അവിടെയൊക്കെ ഒരു ശേഷിപ്പുകളും, കല്ലുകളില്ല, മറ്റ് അവശിഷ്ടങ്ങളില്ല, ചാരങ്ങളില്ല, ഒന്നുമില്ലാതെ ക്ലീൻ ആക്കിയിട്ടുണ്ട് നഗരസഭയും എല്ലാവരും ചേർന്ന്. ഇന്നലെ തന്നെ ഈ പൊങ്കാല കഴിഞ്ഞ ഉടൻ തന്നെ അതിന്റെ പണികളൊക്കെ തുടങ്ങിയതാണ്. അതിന്റെ ആ പണി അത് വിജയിച്ചു എന്ന് കാണാനുമുണ്ട്. നിങ്ങൾ കേട്ടില്ലേ, ആ പണി വിജയിച്ചു എന്ന് കേരളത്തിലെ പ്രമുഖ സകല മാധ്യമങ്ങളും ഒരേ സ്വരത്തിൽ പറഞ്ഞതാ. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ് നേരം വെളുക്കുമ്പോഴേക്ക് തിരുവനന്തപുരം നഗരം വലിയ രീതിയിൽ മേയറുടെ നേതൃത്വത്തില് വൃത്തിയായിട്ടുണ്ട്. എന്തേ റഹീമൊന്നും അന്നൊന്നും ചാടി വീയാതിരുന്നത്? ഇപ്പൊ 5 ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് മാലിന്യം. ഇതൊക്കെ എന്താണ് ഇതിന്റെയൊക്കെ സൂക്കേട് എന്നുള്ളത് മലയാളികൾ തിരിച്ചറിയുന്നില്ലേ? നമുക്കറിയില്ലേ, കോവിഡ് സമയത്ത് പൊങ്കാല ഇല്ലാത്തൊരു സ്ഥലത്ത് പൊങ്കാലയുണ്ട് എന്ന് പറഞ്ഞ് ലക്ഷങ്ങൾ നഗരസഭയിൽ നിന്ന് എഴുതിയെടുത്ത ഇടതുപക്ഷം, ഇവർക്ക് എന്തിന്റെ സൂക്കേടാണ്? എന്താണ് ഈ കുരുപൊട്ടല്? ഈ പൊങ്കാല എന്ത് നടത്തിയും തട്ടിപ്പ് വെട്ടിപ്പായിരുന്നല്ലോ ഇവരുടെ ഒരു ശൈലി. അതൊന്നും നടക്കാഞ്ഞിട്ടിപ്പോ പച്ചക്കള്ളം പറഞ്ഞിട്ട് മേയർക്കെതിരെ ഇറങ്ങുക. മേയർ എന്താണ് ചെയ്തത് എന്നാ ചോദിക്കുന്നത്. ആ ചോദ്യമാണ് ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസും നിരന്തരം ചോദിക്കേണ്ടത്. അപ്പൊ കൃത്യമായിട്ട് തെളിവുകൾ ഇങ്ങനെ മുന്നോട്ട് നിരത്താൻ സാധിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP അധികാരത്തിൽ എത്തിയ സമയം മുതൽ ഞാൻ ഓരോന്നും ഇവിടെ തെളിവുകൾ നിരത്താം. ആദ്യം തന്നെ കൊടുക്കുന്നത് തെരുവ് നായയ്ക്ക് എടുത്ത് ഷെൽട്ടറിലേക്ക് മാറ്റുമെന്ന് പറഞ്ഞത് ആദ്യം തന്നെ
തിരുവനന്തപുരം കോർപ്പറേഷൻ നടപ്പിലാക്കി. ഇതൊരു വലിയ ചെറിയ വികസനമല്ല. കേരളം ഭരിച്ചതും ഇടതുപക്ഷം, തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിച്ചതും ഇടതുപക്ഷം. ഈ കോർപ്പറേഷനിലും കേരള സർക്കാരിലും നിരവധി പരാതികള് തിരുവനന്തപുരം ജനത നായശല്യം കാരണം കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ കോർപ്പറേഷൻ BJP അധികാരത്തിലെത്തിയ സമയത്ത് ആദ്യം തന്നെ തെരുവ് നായ സകലതിനെയും എടുത്ത് ഷെൽട്ടറിൽ അടിച്ചു. അത് മാത്രല്ല, രണ്ടാം ഘട്ടത്തില് അവിടെ ഒരു പോലീസുകാരി നിരവധി നായകളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സാധാരണക്കാര് ബുദ്ധിമുട്ട്. ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത അയൽവാസികള് കേരള സർക്കാരില്, പോലീസ് സ്റ്റേഷനില്, നഗരസഭയില് നിരന്തരം പരാതി കൊടുത്തു. തിരിഞ്ഞു നോക്കിയില്ല ആരും. ഈ വിഷയവും കൃത്യമായിട്ട് നഗരസഭ BJP ഭരിച്ചതോട് കൂടിയിട്ട് അതിൽ നിന്ന് കൃത്യമായിട്ട് ആ ഒരു വളർത്തുന്നതിനെ സകലതിനെയും പിടിച്ച് അവിടെ നിന്ന് മാറ്റി നിർത്തി. ഇത് രണ്ട്. ഇനി മൂന്നാമത്തത്, ഓരോ സമയത്തും ഇലക്ട്രിക് ബസ്സുകൾ, അതായത് ഇലക്ട്രിക് ബസ്സുകളുടെ സൗകര്യം ചെറിയ ചെറിയ റോഡിലൂടെ ബസ്സില്ലാത്ത വിഷയത്തിൽ നമുക്കറിയാം, ജില്ല പോലും മാറിയിട്ടായിരുന്നു ഇലക്ട്രിക് ബസ്സുകൾ ഓടിയിരുന്നത്. തിരുവനന്തപുരം ജനതയ്ക്ക് കിട്ടിയ ബസ് ഇടത് സർക്കാർ ഭരിക്കുമ്പോൾ മറ്റ് ജില്ലകളിൽ പോലും ഓടി. അതുമായി ബന്ധപ്പെട്ട് ജനങ്ങളുടെ ആവശ്യാർത്ഥം കൃത്യമായിട്ട് ഒരു ഉദ്ഘാടനം, ഇട റോഡുകളിൽ ഇലക്ട്രിക് ബസ്സുകൾ ഇന്നു മുതൽ സർവീസ് നടത്തും. February 7th വന്നിട്ട് മേയർ കൊടുത്ത പോസ്റ്റ് അതാണ് ഞാൻ ഇവിടെ കൊടുത്തത്. ഇനി നാലാമത്തത്, ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് റോഡുകൾ നിർമ്മിച്ചോ. ആറ്റുകാൽ പൊങ്കാലക്കും 10-20 ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ. ഇനി അടുത്തതാണ്, അതായത് കലയ്ക്കായി ബന്ധപ്പെട്ട് കലാ സാംസ്കാരിക മേഖലയിലുള്ള ആളുകളെ തിരുവനന്തപുരത്ത് ആദരിച്ചോ. ഇത്തരം ആളുകൾക്ക് പ്രചോദനമാവുന്ന രീതിയിൽ നഗരസഭ കാര്യങ്ങൾ ചെയ്യുമെന്ന് തിരഞ്ഞെടുപ്പിന് മുമ്പേ BJP പ്രഖ്യാപിച്ചിരുന്നു. വലിയ രീതിയിൽ അത്തരം പ്രോഗ്രാമുകൾ നടത്തി. അതും ഞാനിവിടെ കൊടുക്കുന്നു. അടുത്തതായിട്ട്, നിങ്ങൾ വെള്ളം കൂടി പൊട്ടിച്ചു. ഈ പറയുന്ന ഇടതുപക്ഷം കേരള സർക്കാർ ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് വെള്ളം കൂടി പൊട്ടിച്ചു. അതിൽ ഓരോ വാർഡുകളിലേക്കും വാട്ടർ ടാങ്കുകൾ, ലോറികൾ അയച്ചു. ആ ടാങ്കറുകൾ അയക്കുക. ഓരോ വാർഡിലേക്കും കോർപ്പറേഷൻ ടാങ്കറുകൾ എത്തിക്കുന്ന പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഞാനതിവിടെ കൊടുക്കുന്നുണ്ട്. February 28 മേയർ ഉദ്ഘാടനം ചെയ്ത് അതുമായി ബന്ധപ്പെട്ട്. ഇനി അടുത്തത്, റഹീം തീരെ കാണാഞ്ഞത്, അതായത് ഈ പറയുന്ന ആറ്റുകാൽ പൊങ്കാലയുമായി ബന്ധപ്പെട്ട് നഗരം വൃത്തിയാക്കി എന്ന് പറഞ്ഞ് 2:10 കൂടിയിട്ട് മേയർ അട്ടപ്പാതിര നേരത്തെ മേയർ കൃത്യമായിട്ട് എല്ലാ ആളുകളും റഹീം ഉൾപ്പെടെ കിടന്നുറങ്ങുമ്പോ മേയർ നഗരത്തിന്റെ പിതാവ് നഗരം വൃത്തിയാക്കിയിരുന്നു. അത് കൃത്യമായിട്ട് ഇവിടെ പോസ്റ്റ്. ആ സമയത്തൊന്നും ഒരു റഹീമിനെയും കണ്ടില്ല. ഇതെന്താ സംഭവം? നേരം വെളുക്കുമ്പോഴേക്ക് വൃത്തിയായത് നഗരപിതാവായിട്ടുള്ള VV രാജേഷിന്റെ ഒക്കെ നേതൃത്വത്തില് വൃത്തിയാക്കിയിട്ട ആ പോസ്റ്റ് ഇവിടെ കൊടുക്കുന്നു. ഇത് ആറ്റുകാൽ പൊങ്കാല നടന്ന അന്നത്തെ രാത്രിയാ വൃത്തിയാക്കിയതിന്റെ. ഇതുമായി ബന്ധപ്പെട്ട് അന്നൊന്നും ഒരക്ഷരം വേണ്ടിയില്ല. ഇതൊക്കെ കേരള ജനത കണ്ട് കൈയടിച്ചതല്ലേ. അതുമായി ബന്ധപ്പെട്ട് എത്ര പോസ്റ്റുകൾ അദ്ദേഹം ഇട്ടു. വൃത്തിയാക്കുന്നത്, വൃത്തിയായ വീഡിയോസ് ഒക്കെ എത്ര റഹീം ഇവിടെ സകല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചോ. ഉളുപ്പില്ല. 5 ദിവസം കഴിഞ്ഞു ഇനി വൃത്തിയായാലും ഒരു പ്രത്യേക സ്ഥലത്ത്. ഇതൊക്കെ വലിയ ദുരൂഹതയല്ലേ റഹീമെ? എന്തിനാണ് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? അടുത്ത പദ്ധതി, റഹീമിനൊക്കെ ഉളുപ്പ് ലേശുണ്ടെങ്കിൽ തലയൊക്കെ താത്തി വെക്കണം. 2000 വീടുകളെ ഇടതും ഈ പറയുന്ന നഗരസഭ ഇടത്, കേരളം ഇടത്. ഇന്നേ തിരുവനന്തപുരത്ത് BJP അധികാരത്തിലെത്തിയ സമയത്ത് 2000 പേർക്ക് തിരുവനന്തപുരം നഗരസഭയുടെ പേരില് വീടുണ്ടാക്കി കൊടുക്കുക. ആ പദ്ധതി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ വിതരണം ചെയ്തു തുടങ്ങി. അത് മാത്രമാണോ? അടുത്തതായിട്ട് സ്കൂട്ടർ, ഭിന്നശേഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് സ്കൂട്ടർ വിതരണം ചെയ്ത്. ഇങ്ങനെ എത്ര പദ്ധതി തിരുവനന്തപുരം മേയറുടെ നേതൃത്വത്തിൽ നടന്ന് റഹീമെ. എന്നിട്ട് തിരുവനന്തപുരത്ത് മേയർ എന്ത് ചെയ്തു എന്ന് ചോദിക്കാനൊന്നും ഒരു ഉളുപ്പില്ലേ? അമ്മികൾക്ക് നന്നായിട്ട് കുരുപൊട്ടുന്നുണ്ട്, നന്നായിട്ട്. ഈ തിരുവനന്തപുരം നഗരസഭ BJP ഭരിച്ചതോട് കൂടിയിട്ട് BJP വന്നാൽ എന്തൊക്കെ ചെയ്യും എന്നുള്ളത് മലയാളികൾ ഒന്നടങ്കം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ 1.5 കുരുപൊട്ടല ലേശം ഈ റഹീമിനോടൊക്കെ പറയാനുള്ളത്. മനുഷ്യന്മാര് വിശ്വസിക്കുന്ന എന്തെങ്കിലും പച്ചക്കള്ളമായിട്ടെങ്കിലും അടുത്ത തവണ വരാൻ ശ്രമിക്കൂ.